ചെക്കനെന്താ ഭ്രാന്ത് പിടിച്ചോ? അങ്ങനെ എത്ര നേരമായിട്ടാ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഭക്ഷണം കഴിക്കൊന്നും വേണ്ടേ നമുക്ക്? രാവിലെ എണീക്കാൻ തുടങ്ങി കുന്നത്തുമ്പിൽ ഇരിക്കല്. ഒരു കാര്യത്തെ ഉപകരിക്കില്ല. പഠിക്കാൻ വിട്ടാൽ പഠിക്കില്ല, പണിയെടുക്കാൻ പറഞ്ഞാൽ പണിയെടുക്കില്ല, ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഭക്ഷണം കഴിക്കില്ല, കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കില്ല, വല്ലും തരിക്കില്ല, കുളിക്കില്ല, പ്രാണന്മാരെ പോലെ ഏത് നോക്കിയെന്നുള്ളത് നീ കുന്നത്തില്ല. ഞാൻ പറഞ്ഞില്ല കേട്ടോ, മര്യാദയ്ക്ക് നീ ആ സാധനം എടുത്തു വെച്ച് നല്ല ചെയ്യാനുള്ള പണികൾ ചെയ്തോളൂ. രാഹുലേ മോനെ, മുത്തശ്ശിയുടെ മരുന്ന് കഴിഞ്ഞോടാ, ഗുളിക കഴിഞ്ഞു, ഒന്ന് പോയിട്ട് വാങ്ങിച്ചു കൊണ്ടാ. മുത്തശ്ശിക്ക് കുറേശ്ശെ നെഞ്ചൊക്കെ വേനിക്കുന്നുണ്ട്, ഒന്ന് പോയിട്ടാ മരുന്ന് വാങ്ങിച്ചു കൊണ്ടാ. എന്റെ കുട്ടി തീരെ വല്ലണം, ഒന്ന് പോയിട്ട് മരുന്ന് വാങ്ങിച്ചോളാം. എന്താണോ വരും? പോടാ, എനിക്ക് വയ്യാത്തോണ്ടല്ലേ. പോടാ കുട്ടിയെ, തന്നെ എത്ര നോക്കിയിടാ. ഒന്ന് പോടാ, എനിക്ക് തീരെ വയ്യടാ. എടാ രാഹുലെ, ആ അമ്മ പറയണ കേട്ടി, അമ്മക്ക് തീരെ വയ്യായിട്ടല്ലേ? മര്യാദയ്ക്ക് പോയിട്ട് നീ ആ മരുന്ന് വാങ്ങിച്ചോളൂ. ഞാൻ ഇന്നും തന്നെ ഇവിടുത്തെ ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴേ ഉള്ളൂ. ആഹാ, ഇന്റർനെറ്റ് കട്ട് ചെയ്യോ? അമ്മ ഇന്റർനെറ്റ് കട്ട് ചെയ്യോ? ഒന്ന് കട്ട് ചെയ്യോ, കാണിക്കട്ടെ, കാണട്ടെ. അമ്മ അങ്ങനെ ഇന്റർനെറ്റ് കട്ട് ചെയ്ത അപ്പോഴേ ഉള്ളൂ. ഞാൻ ഒന്ന് കട്ട് ചെയ്യും, ഞാൻ അപ്പ കാണിച്ചു തരാം. ഈ രാവിലെ ആരാധന കാണിച്ചു. എന്താടാ, നീ എന്നെ തല്ലോ? ഇന്റർനെറ്റ് കട്ട് ചെയ്താൽ നീ എന്നെ തല്ലോ? അത് കൊല്ലോ? ആ, വേണമെങ്കിൽ തല്ലും ചെയ്യും, കൊല്ലും ചെയ്യും. അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. ആഹാ, അത്രയ്ക്കായി അമ്പടാ അഹങ്കാരി. ഇന്ന് നല്ല നഞ്ചോ അമ്മേ, അമ്മേ, നിങ്ങളെന്നോട് കളിക്കരുത് കേട്ടോ. നിങ്ങളെന്നോട് കളിക്കണ്ട. എനിക്കിതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, എനിക്കിതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തൂങ്ങിച്ചാവും, ഞാൻ ഇപ്പൊ തൂങ്ങിച്ചാവും. പോയി ചാവണം. എന്നെ പോലെ ഒരു മകൻ എനിക്ക് ഒരു കാര്യമില്ല. പോയി ചാവണം. പോവേ, എനിക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ പോവേ. പോടാ, എവിടേക്കല്ലേ കണ്ടത്? എനിക്ക് തീരെ വയ്യ കുട്ടിയെ, എനിക്ക് നെഞ്ചു വെച്ചിപ്പോയി കുട്ടിയെ. എനിക്ക് മരുന്ന് വാങ്ങിച്ചതാ കുട്ടിയെ, എനിക്ക് തീരെ വയ്യ കുട്ടി, എനിക്ക് തീരെ. ഓ, അഭിനയിച്ചോളി. ഞാൻ എൻ്റെ പാടി നോക്കി പോവാ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ഏറ്റവും വലിയ അപകടം ലഹരി ഉപയോഗത്തിൻ്റെയാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് കേരളത്തിലെ യുവതി യുവാക്കളെ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫോൺ മാനിയാണ്. ഇപ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള മിംസ് ഹോസ്പിറ്റലിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12ാം ക്ലാസ് വരെയുള്ള ഏകദേശം
160 കുട്ടികൾ ഇപ്പോൾ ഫോൺ മാനേജ് ചികിത്സയിലാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ കുട്ടികളുടെ കണ്ണിനെയും ചെവിയെയും തലച്ചോറിനെയും ഓർമ്മശക്തിയൊക്കെ ബാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മുടെ കുട്ടികൾ ലഹരി കിട്ടാതെ എന്തെല്ലാം മാനസികാവസ്ഥയിൽ അവർ പെരുമാറുമോ അതേ രീതിയിലുള്ള മാനസികാവസ്ഥയിൽ നമ്മുടെ യുവത്ത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെ നമ്മൾ ചെറിയ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സമയം അതിക്രമിച്ചു. താങ്ക് യു.